ആരാന്റെ ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ എന്ത് രസമാണെന്ന് പറയുന്നത് പോലെ അയൽവാസിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരന്റെ അല്ലെങ്കിൽ പ്രമുഖരായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാര്യ ഒളിച്ചോടി പോയാൽ അതെല്ലാം ഇന്ന് ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. വലിയ ആഘോഷമാക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാം ചർച്ച ചെയ്യുകയാണ്. അന്യന്റെ വീട്ടിൽ നടക്കുന്നത് ഒളിഞ്ഞു നോക്കാനും അത് ചർച്ച ചെയ്യാനും എല്ലാവർക്കും വല്ലാത്ത ആവേശമാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് അതിന്റെ വേദന അറിയാം. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ള ആളുകൾ നിങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും നിങ്ങളെ പിച്ച് ചീന്തുകയും അന്തിച്ചർച്ചകൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ വേദനയും ബേജാറും നൊമ്പരമെല്ലാം നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ സ്വന്തം ന്യൂനതകൾ നിങ്ങൾ നോക്ക്. ജനങ്ങളുടെ ന്യൂനത നോക്കാതെ നിങ്ങളുടെ ന്യൂനതകൾ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ മാറ്റാൻ നോക്ക്, നന്നാവാൻ നോക്ക്. എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്നത്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളെ, അവരുടെ നൊമ്പരങ്ങളെ നിങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോ, നിങ്ങൾ ചർച്ച ചെയ്യുമ്പോ നാളെ നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലൊരു അവസ്ഥ വരുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.